സ്കൂളുകളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഓണവും ക്രിസ്മസും പെരുന്നാളും ഒരുപോലെ ആഘോഷിക്കണം. പാഠപുസ്തകത്തിനപ്പുറത്തെ ബഹുസ്വരത പഠിപ്പിക്കേണ്ടതായിരിക്കണം സ്കൂളുകളെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിലെ ചില സ്കൂളുകളിൽ RSS മാനേജ്മെന്റ് ക്രിസ്തുമസ് ആഘോഷം വിലക്കിയിരുന്നു. വിഷയത്തിൽ അടിയന്തരമായ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ആറ്റുകാൽ ചിന്മയ സ്കൂൾ അടക്കമുള്ള കേരളത്തിലെ പല അൺഎയ്ഡഡ് സ്കൂളുകളിലും RSS നേരിട്ട് നടത്തുന്ന എയ്ഡഡ് സ്കൂളുകളിലുമായിരുന്നു ക്രിസ്മസ് ആഘോഷം വിലക്കിക്കൊണ്ടുള്ള നടപടി. രക്ഷിതാക്കൾ ഇത് സംബന്ധിച്ച പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് ക്രിസ്മസ് ആഘോഷത്തിന് വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ച പണം തിരികെ നൽകിയതായി ലോകമറിയുന്നത്. മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന ഉത്തരേന്ത്യൻ മോഡലുകൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്കൂളുകളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ചില സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റുകൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് പിരിച്ച തുക തിരികെ നൽകുകയും ചെയ്തു എന്ന വാർത്ത അതീവ ഗൗരവത്തോടുകൂടിയാണ് സർക്കാർ കാണുന്നത്. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കുട്ടികൾ പഠിക്കുന്നത് ഇത്തരം ഒത്തുചേരലുകളിലൂടെയാണ്. ആഘോഷം നിശ്ചയിച്ച് പണം പിരിച്ച ശേഷം അത് വേണ്ടെന്ന് വെച്ച് പണം തിരികെ നൽകിയ നടപടി കുട്ടികളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്നതും ക്രൂരവുമാണെന്നും വി ശിവൻകുട്ടി. പാഠപുസ്തകങ്ങളിലെ അറിവിനപ്പുറം സഹജീവി സ്നേഹവും ബഹുസ്വരതയും പഠിപ്പിക്കേണ്ടവയാണ് വിദ്യാലയങ്ങൾ. അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആഘോഷങ്ങൾ മാത്രം വിലക്ക് ഏർപ്പെടുത്തുന്നത് വിവേചനമാണ്. ഇത്തരം പ്രവണതകൾ വച്ചുപൊറുപ്പിക്കില്ല. വിഷയത്തിൽ അടിയന്തരമായി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകും. പാഠപുസ്തകങ്ങളിലെ അറിവിനപ്പുറം സഹജീവി സ്നേഹവും ബഹുസ്വരതയും പഠിപ്പിക്കേണ്ടവയാണ് വിദ്യാലയങ്ങളെന്നും അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആഘോഷങ്ങൾക്ക് മാത്രം വിലക്കേർപ്പെടുത്തുന്നത് വിവേചനമാണെന്നും വാർത്താസമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. വിഷയത്തിൽ അടിയന്തരമായി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.